എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ആട്ടപ്പൊടി കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് റെഡിയാക്കുന്നത്. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഉരുക്കിയതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഒരു ചെറിയ ചൂടോട്ടാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പൊടിച്ച പഞ്ചസാര കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ്സോളം ചൂടാക്കിയ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അതിലേക്ക് അലിഞ്ഞ് ചേരാനായിട്ടോ. പഞ്ചസാര ഒന്ന് പെട്ടെന്ന് അലിഞ്ഞ് ചേരാനായിട്ടാണ് ഞാൻ അതിലേക്ക് പൊടിച്ചതായിട്ട് ചേർത്തിയത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് ഈ ഒരു അളവിൽ ഞാൻ 1 കപ്പ് ആട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ റവ ഇട്ട് കൊടുക്കാം. നമ്മുടെ വീറ്റ് ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ട് നല്ലതാണ് റവ ഇടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു മധുരവും ഒരു എരിവും ഒക്കെ കൂടിയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണിത്. അപ്പോൾ നമുക്കതിലേക്ക് പൊടിച്ച മുളക് കേട്ടോ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കണം. ഇത് നമ്മുടെ ചപ്പാത്തിയുടെ ഒരു മാവിൻ്റെ പരുവല്ലേ, ആ പരുവത്തിലാണ് ഞാനത് കുഴച്ചെടുക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. അത് ഞാൻ ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലെ പഞ്ചസാരയും റവയും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മുടെ ചപ്പാത്തിയുടെ സാധാരണ മാവ് കുഴക്കുന്ന രീതിയിൽ തന്നെയാട്ടോ അത് കുഴക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇതൊരു പലകയിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് പൊടി വിതറി കൊടുക്കാം. ഈ ഒരു കട്ടിയിലാണ് ഞാൻ ഇപ്പോൾ ഇത് പരത്തിയെടുത്തിരിക്കുന്നത്. ഈ ഒരു കട്ടിയിലായിട്ട് പരത്തിയെടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിത് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു മാംഗോ ജ്യൂസിൻ്റെ കുപ്പിയുടെ ഒരു അടപ്പാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഹാഫ് മൂൺ ഷേപ്പിലാണ് ഞാനത് കട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിനി അതെങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് സൈഡിലൊന്ന് വെച്ച് കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്യുക. ഇതാ ഈ ഷേപ്പിലാട്ടോ നമ്മളിത് എടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഈ ബോട്ടിലിൻ്റെ ടോപ്പ് വെച്ചിട്ട് എല്ലാതും ഇതേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇനി അതൊരു പാൻ വെച്ച് ഇത് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിത് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. അവസാനമായി നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി വിതറി കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.